ലോകം മുഴുവൻ ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സർവരും തങ്ങളുടെ പ്രവർത്തന മേഖലകൾ വിട്ട് വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണല്ലോ. ഈ വിഷമഘട്ടത്തിൽ ഓരോരുത്തർക്കും അവരവരുടെ സ്വന്തം മേഖലകളിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമല്ലേ? ഭാഗ്യം മാത്രമല്ല, സന്തോഷവുമായിരിക്കും. ഈ ലോക്ക്ഡൌൺ കാലയളവിൽ ഒരേ സ്ഥലത്ത് കഴിഞ്ഞുകൂടേണ്ടി വന്ന രണ്ട് സിനിമാ സുഹൃത്തുക്കൾ ഒരുക്കിയ 1.5 മണിക്കൂർ ദൈർഘ്യം വരുന്ന ഓൺലൈൻ സിനിമ 3 ഭാഗങ്ങളായാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ക്യാമറയ്ക്ക് മുന്നിൽ ഒരേ ഒരാളും ക്യാമറയ്ക്ക് പിന്നിൽ ഒരേ ഒരാളും എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമുക്കിപ്പോൾ ഇതിന്റെ ആദ്യഭാഗം കാണാം. ഞാനായിരുന്നോ? അവരോട് എത്ര തന്നെ വിളിച്ച് ഇല്ലെങ്കിൽ കിട്ടുന്നില്ല. ഞാനിപ്പോ ഒരു ജീവൻ രക്ഷിച്ചിട്ട് വരുവാണ്ടോ. മനുഷ്യനൊന്നല്ല, എലിക്കണിയിൽ വീണുപോയ ഒരു പാവ എലിക്ക് ഞാൻ സ്വാതന്ത്ര്യത്തിന്റെ വാതായനം തുറന്നു കൊടുത്തത്. ജീവൻ എല്ലാവർക്കും തുല്യല്ലടാ. സ്വാമി അങ്ങനെ ചെയ്യില്ല. ഇവിടെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടായിരുന്നല്ലോ, ഒരു ആര്യനാട് സോമൻ, അവൻ ചെയ്ത പണിയായിരിക്കും. പാവേലി ഇല്ല, സ്വാമിയും പോയി, സോമനും പോയി. ഈ ആശ്രമം ഇപ്പോ എന്റെ പരിപൂർണ നിയന്ത്രണത്തിലാണെന്ന് പറയാ. ഇല്ല, സ്വാമി തക്കല ആശ്രമത്തിലോട്ടും സോമ അവന്റെ നാട്ടിലേക്കാ വരെ. ഞാൻ നാളെ നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് കരുതേടാ. എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യ. നല്ല ക്ഷീണമുണ്ട്. എണീറ്റപ്പോൾ തന്നെ കുറേ നേരം പോയിക്കടാ. ഇന്നലെ രാത്രി നമ്മളെ പ്രൊഡക്ഷൻ മാനേജർ സതീശല്ലേ, അവൻ നല്ല പണിയാ തന്നത്. അവൻ ഒരു ഫുള്ള് കുടിപ്പിച്ചിട്ട് ആകെ ഫിറ്റാക്കിയിട്ടല്ലേ അവിടെ നിന്ന് വിട്ടത്. വയറിന് വല്ലാത്ത പുകച്ചിലും വല്ലാത്ത കിരിവിരിപ്പും. പിന്നെ 2 ദിവസമായാലേ ഗുളിക കഴിച്ചിട്ട്, അതിൻ്റെ ഒരു പ്രവേശം ഉണ്ടതാ. ഗുളികന്റെ ആ ഒരു ആശ്വാസത്തിലല്ലേ ജീവിച്ചു പോകുന്നത്. പിന്നെ നിർത്താൻ പറ്റൂടാ, സോമരസല്ലേ. ഇത് ഇന്നലെ കഴിച്ച സീസർ കുറച്ച് ബാക്കിയുണ്ടായിരുന്നടാ. അത് ഞാൻ പോരുമ്പോഴത്തെ എൻ്റെ ബാഗിലേക്ക് അങ്ങ് വെച്ച്. ഇവിടെ വന്നിട്ട് കുറച്ച് വേണല്ലോ. അത് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എലിയുടെ ഒടുക്കത്തെ നാറ്റവും മോങ്ങലും. എനിക്കാണെങ്കിൽ പിടിക്കാൻ പറ്റില്ല. പറ്റുമെങ്കിൽ താൻ ഒരു അരയും കൂടി എടുത്തിട്ടും കൊണ്ട് വാടാ, ഇതിപ്പോ തീരും. ഇന്നിവിടെ കൂടാടോ, നാളെ നമുക്ക് ഒരുമിച്ച് അങ്ങ് ഇറങ്ങിയാ പോരെ. എവിടെ ഒരു എൻജോയ്മെന്റ്, പ്ലീസ് കം. നാളെ
ഒന്നും കേൾക്കുന്നില്ലല്ലോ. എന്നാലും എന്തൊരു കൂർക്കം വരികയായിരുന്നു രാത്രി. രണ്ടെണ്ണം അടിച്ചപ്പോഴേക്ക് ആള് ഫ്ലാറ്റ് ആയിപ്പോയി. ഇവനൊക്കെ എവിടുത്തെ ആർട്ടിസ്റ്റാണ് ആവും. വിനോദേ, ഇവനെവിടെ പോയി? ഇവനിതെവിടെ? വിനോദേ, 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 ഇവന്റെ പഴയ സൂക്കേട് മാറിയിട്ടില്ല. ഇവനൊക്കെ വേഷം വാങ്ങിച്ചു കൊടുക്കുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എന്നെ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് വിടാൻ മടിച്ചിട്ടേ നേരത്തെ സ്ഥലം വിട്ടതായിരിക്കും. അവനിപ്പോ കാട്ടാക്കട എത്തിക്കാണോ? അവന്റെ ഭാര്യ രാവിലെ വിളിച്ച് വരട്ടിയതായിരിക്കും. അവള് ബാംഗ്ലൂരിൽ ഇരുന്ന് വരട്ടിയാൽ പോലും അവൻ ഇവിടെ നിന്ന് കിടക്കും. ഇങ്ങനെ ഒരു പെൺകോന്തൻ, പേടിത്തൊണ്ടൻ. ആ ശോഭേ, ഞാൻ പുറപ്പെട്ടെ. ഇന്നലെ രാത്രി ആ ആർട്ടിസ്റ്റ് വിനോദം വന്നിരുന്നേ. അങ്ങനെ കുറച്ച് കഴിച്ച് ഓവറായിപ്പോയി. ഇപ്പൊ എഴുന്നേറ്റുള്ളൂ. അപ്പൊ ഷേവൊക്കെ ചെയ്ത് ഇറങ്ങുകയാണ്. 3-4 മാസമായില്ലേ അങ്ങോട്ട് വന്നിട്ട്. അപ്പൊ ഒന്ന് ഷേവൊക്കെ ചെയ്ത് വരാൻ നേരത്തെ. ആ വരണ്ടേ? അതെന്ത് പറ്റി? ലോക്ക്ഡൗണോ? അതെന്താ? ബസ്സും ട്രെയിനും ഓടില്ലെന്നോ? 21 ദിവസവും കടകളൊന്നും തുറക്കൂലേ? പെട്ടുപോയല്ലോ. ആ കാശൊക്കെ ഉണ്ട്. ഇല്ല, കാശില്ലല്ലോ സോമേ. ഇന്നലെ ആ സതീഷ് എന്നോട് കൊടുത്തു വിടുമ്പോ പൈസ തരാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവന്റെ വണ്ടി കണ്ടപ്പോ ആ സ്വാമിന് അവന്റെ വണ്ടിയിൽ കയറി പോവുകയും ചെയ്ത് പറ്റിച്ചു പോയല്ലോ. ഇനി അവർക്ക് ഇങ്ങോട്ട് വരാനും പറ്റില്ല. വിട്ടുപോയല്ലോ എന്റെ ദൈവമേ. സ്വാമിയോ? സ്വാമി തക്കള ആശ്രമത്തിലോട്ടാ പോയത്. എന്ത് ചെയ്യും ഞാന്? എന്റെ സതീഷ നീ പറ്റിച്ചല്ലോ. എന്റെ സതീഷ 3-4 ദിവസമായി മരുന്ന് കഴിഞ്ഞിട്ട്. ഞാൻ എന്ത് ചെയ്യും?
ആ ശോഭേ, ആ ഞാൻ റോട്ടിൽ പോയതായിരുന്നു. രാവിലെ മുതൽ അലഞ്ഞ് നടക്കാണ്. ഒരൊറ്റ കട പോലും തന്നില്ല, ഒരു ചായ പോലും കിട്ടിയില്ലായിരുന്നു. ഇതപ്പം 3:30-4 മണിയായപ്പോഴാണ് ഇപ്പോൾ ഒരു തട്ടുകടയിൽ നിന്ന് കുറച്ച് ബിരിയാണി വാങ്ങിച്ചു. പോലീസ് തടയാണ്. റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലീസ് അങ്ങോട്ട് കൊണ്ട് എന്താണ് ലോക്ക്ഡൗൺ ആണെന്ന് പറഞ്ഞിട്ട് ഓടിക്കാണ്. നാട്ടുകാരാണെങ്കിൽ അങ്ങനെ അവരെ ഭാഗത്തുനിന്ന് പ്രശ്നം, വീഡിയോ പിടിച്ചാലും ഓരോ പരിപാടികളായിട്ട്. മാസ്ക് വെച്ചില്ലെങ്കിലും പ്രശ്നം. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴല്ലേ ഇങ്ങനത്തെ ഓരോ ഇടാകൂടങ്ങൾ ഇറങ്ങില്ലേ. എനിക്കാണെങ്കിൽ കലി വരുന്നത്. ഞാൻ എൻ്റെ ഒരു സ്വഭാവം പുറത്തെടുക്കാത്തോണ്ടാ. മനുഷ്യനോട് വയറ് കത്തി കാണുമ്പോഴാ. ആ ബിരിയാണിയാണ്. കാശില്ല എന്ന് പറഞ്ഞത് ശരി തന്നെ. എൻ്റെ അടുത്ത് ആകെ 80 രൂപ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ സതീഷ് എന്നല്ല ഒന്നും തരാത്തതുകൊണ്ട് പൈസ ഇല്ല. എൻ്റെ അടുത്ത് ആകെ 50 രൂപയ്ക്ക് ഇപ്പൊ ബിരിയാണി വാങ്ങിച്ചു. ഇത് അങ്ങനെയുള്ള ബിരിയാണി ഒന്നുമില്ല. ഇവിടുത്തെ തിരുവനന്തപുരം ബിരിയാണി എന്ന് പറയും. കുറച്ച് പച്ചരിച്ചോറും ചിക്കനും മിക്സ് ചെയ്തിട്ട് ബിരിയാണി എന്നാ പേര്. നമ്മളെ മലബാർ ബിരിയാണി ഒന്നുമില്ല. എടീനീൻ്റെ അടുത്ത് ആകെ 30 രൂപയുള്ളത്. എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഒരു എത്തിപ്പിടി കിട്ടുന്നില്ല. ഞാൻ രാവിലെ മുതൽ പരിചയക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരും ഫോൺ എടുക്കുന്ന പോലും ഇല്ല. സ്വാമിയോ? ഞാൻ പറഞ്ഞ രാവിലെ സ്വാമി ഇവിടുന്ന് തക്കൽ ആശ്രമത്തിലേക്ക് പോയി. അവിടെ തമിഴ്നാട് ബോർഡർ അടുത്തില്ലേ, ഇനി ഇങ്ങോട്ട് വരാൻ പറ്റൂല. വാഹനങ്ങളില്ലാതെ എങ്ങനെ അങ്ങോട്ടോട്ട് പോവാ? ഇതെന്ത് ചെയ്യുമെന്നറിയില്ല. എന്ത് ഇവിടെ വെച്ച് കഴിക്കാനാ? നീ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഒരു 3-4 കുടുംബത്തിൽ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. പേര് ആസ്മ എന്നൊക്കെ അറിയോ. ഈ ബിരിയാണിയെ പറ്റി പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടുത്തെ ആത്മീയതയുടെ കാര്യം. ആത്മീയത എന്ന് ഇവിടെ ഇല്ലടി. പേരിന് വല്ലപ്പോഴും ഒരു യോഗ പഠനം. സ്വാമിയാണെങ്കിൽ അഭിനയഭ്രാന്ത് പൂത്ത് കിടക്കുക. സിനിമ നടന്നാണെന്ന് എന്ത് ചെയ്യാനാ? വല്ലപ്പോഴും എന്നെ പോലുള്ള സിനിമാക്കാർക്ക് ഒരു ഇടത്താവളം, ഷൂട്ടിംഗ് ലൊക്കേഷൻ, ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഒരു ആശ്രമം എന്ന് പേരുണ്ട്, സത്യമാണ്. പുറത്ത് പൊളിഞ്ഞ് തുരുമ്പെടുത്ത് തകരച്ചെണ്ട പോലെ കിടക്കുന്ന 2 കാറുകൾ, അതിനോട് മുത്തമിട്ട് വർഷങ്ങളായി വിശ്രമിക്കുന്ന ഒരു സുസുക്കി ബൈക്ക്, സ്വാമിയുടെ പൂർവാശ്രമത്തിലെ സാരഥി. മെയിൻ ഗേറ്റിന് വലതുവശത്തായി ആശ്രമത്തിൻ്റെ ഒരു ഫ്ലെക്സ് ബോർഡുണ്ട്. മാനവ സേവാശ്രമം, ഒരു നിർമ്മത ധ്യാന യോഗ സാധനാലയം. പ്രധാന മുറിയിൽ ചില്ലിട്ട് വച്ചിരിക്കുന്ന സ്വാമിയുടെ ഒരു വിശ്വരൂപമുണ്ട്. സാക്ഷാൽ മോഹനാനന്ദ ചൈതന്യ സ്വാമിയുടെ. വിമർശനങ്ങൾ കേട്ടാൽ പോലും ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ചിരിക്കു സ്വാമി എന്നും പേരുണ്ട് സ്വാമിക്ക് നാട്ടുകാർക്കിടയിൽ. പിന്നെ ഭക്തരുടെ കാര്യം, പ്രത്യേകിച്ച് ഫോറിനേഴ്സസ് ഒന്നും വരാത്തതിനാൽ സ്വാമിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇടയ്ക്ക് കൈ ഉയർത്തിയിട്ട് ഭസ്മൊക്കെ എടുക്കാൻ ശ്രമിക്കും. പക്ഷെ ഇതുവരെ ഒരു പൂയിമണൽ പോലും സ്വന്തമായിട്ട് എടുത്തിട്ടില്ല. ആ ശോഭ ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്ത്. സ്വാമിയുടെ ദർശനമുറി തൊട്ടപ്പുറത്താണ്. ആത്മീയ ഉണർവ് പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ഇവിടുത്തെ സ്വാമിയുടെ സിനിമാ അഭിനയ പരിശീലന കടയിൽ നിർബന്ധപൂർവ്വം പങ്കെടുക്കേണ്ടി വരാറുണ്ട്. മാത്രമല്ല സ്വാമി ഉണ്ടാക്കുന്ന ഹെർബൽ ടീ അല്ലാതെ ഇവിടെ വെച്ച് ചായയോ കാപ്പിയോ പാലോ ഒന്നും കുടിക്കാൻ ആർക്കും അനുവാദമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദർശനമുറി ഇപ്പോൾ ആരും കയറാതെ പൊടി ഉടച്ചെടുക്കുകയാണ്. അവിടെ ഒരു മൂലയ്ക്ക് മൊത്തം സ്വാമിയുടെ പണിയായുധങ്ങളാണ്. അബദ്ധത്തിന് ആരെങ്കിലും ഈ ആശ്രമത്തിൽ കാല് കുത്തിയാൽ പിന്നെ അവരുടെ പണി തീർന്നു. ഞാനാണ് അതൊരു ഉദാഹരണം. സിനിമാക്കാരനെന്നോ ഉയർന്ന ഉദ്യോഗസ്ഥനെന്നോ പരിഗണനയില്ലാതെ സർവരെ കൊണ്ടും എല്ലാ ജോലികളും ചെയ്യിക്കും. പ്രത്യേകിച്ചും ബാത്റൂം വരെ ക്ലീൻ ചെയ്യിക്കും. ഇവിടെ ഒരു ഷൂട്ടിംഗ് ദിനത്തിൽ നിർഭാഗ്യവശാൽ ഇവിടെ തങ്ങേണ്ടി വന്ന ഒരു അവാർഡ് ജേതാവായ ക്യാമറമാന്റെ കഥ. അന്ന് അദ്ദേഹത്തെ പാതിരാത്രി വിളിച്ചു നിർത്തിയിട്ട് സ്വാമി ഇവിടുത്തെ ഡ്രൈനേജ് വരെ ക്ലീൻ ചെയ്യിപ്പിച്ചു. അന്ന് അയാളെടുത്ത് നല്ലതുപോലെ കിട്ടി സ്വാമിക്ക്. അല്ലാതെ ആവശ്യമായിരുന്നു. പിന്നീട് ഈ ആശ്രമത്തിൽ ഷൂട്ടിംഗ് നടന്നിട്ടില്ല. ഒരു സിനിമാക്കാരനും പിന്നെ കണ്ടു വന്നിട്ടില്ല. പിന്നെ അഭിനയത്തിന്റെ കാര്യം, അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വന്തമായിട്ട് അങ്ങ് കട്ട് പറയുന്നതിനാൽ ഇപ്പൊ അദ്ദേഹത്തെ ആരും അഭിനയിക്കാനൊന്നും വിളിക്കാറില്ല. അദ്ദേഹത്തെ റെക്കമെൻഡ് ചെയ്യുന്നതുകൊണ്ട് ചില ഡയറക്ടർമാരൊക്കെ എന്നോട് ആ പരാതി പറഞ്ഞിട്ടുണ്ട്. അല്ല ശോഭ തന്നെ പറ,
ഈ സിനിമ അഭിനയവും ആത്മീയതയും രണ്ടും കൂടി കൂട്ടിക്കൊണ്ടു പോകാവോ? വല്ലാത്ത കാര്യം തന്നെ. ഇനിയും കേട്ടോളൂ ഇവിടുത്തെ കാര്യങ്ങൾ. ഗേറ്റിൽ നിന്ന് നേരെ കാണുന്ന ഭാഗത്ത് ഒരു തൂക്കുവിളക്കുണ്ട്. ഒരിക്കൽ പോലും കത്താൻ ഭാഗ്യമില്ലാത്തത് കൊണ്ട് കാറ്റും മഴയും കൊണ്ട് ക്ലാവ് പിടിച്ചാണ് അതിൻ്റെ കിടപ്പ്. പിന്നെ മറ്റൊരു രസകരമായ കാര്യം, ആക്രിക്കടകളിൽ നിന്ന് സംഘടിപ്പിച്ച ഗ്രൈൻഡറിന്റെ കുയവിക്കല്ലുകളാണ് ശിവലിംഗങ്ങൾ എന്ന വ്യാജേന ഇവിടെ തറയിൽ നിരത്തി വച്ചിരിക്കുന്നത്. ശോഭ, ഇനി മറ്റൊരു കോമഡി പറയട്ടെ. പഞ്ചലോഹത്തിലേതെന്ന് പറയപ്പെടുന്ന ഒരു മണിയുണ്ട് ഇവിടെ. ആ മണി കിലുക്കി വേണം ആരും അകത്തേക്ക് പ്രവേശിക്കാൻ. നിർഭാഗ്യവശാൽ മേൽപ്പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ടും സ്വാമിയുടെ ആ മണി കിലുക്കാൻ ഇപ്പൊ ആരും കൊണ്ട് വരാറില്ല. പിന്നെ അതിന് ചുവട്ടിൽ തന്നെ ഒരു തുളസിത്തറയും ഒരു പ്രതിമയുമുണ്ട്. അത് യഥാർത്ഥമല്ല ശോഭേ, ഒരു ഷൂട്ടിങ്ങിനായി ഞാൻ കഷ്ടപ്പെട്ട് നിർമ്മിച്ചതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഉപയോഗിക്കാൻ ആളില്ലാതെയും വൃത്തിഹീനമായി കിടക്കുന്ന 2 ബാത്റൂമുകളുണ്ട് ഇവിടെ. ഇവയൊക്കെയാണ് മാന്യന്മാരായ അതിഥികളെ കൊണ്ടും ഇവിടെ അഭിനയം പഠിക്കാൻ വരുന്ന മണ്ടന്മാരെ കൊണ്ടും നിർബന്ധിച്ച് അഭിനയ പാഠമാണെന്ന് പറഞ്ഞ് വൃത്തിയാക്കിക്കൊണ്ട് മറ്റു പുറം ജോലികൾ വേറെയും ചെയ്യണം. നീ ചിരിക്കണ്ടടി, സ്വാമി പാവമാണ്. അതിന് തൊട്ടു പുറകിലായി കാണുന്നത് ഒരു കൂറ്റൻ ആൽമരമാണ്. അതാണ് സമീപവാസികൾക്ക് എന്നും ഒരു പേടി സ്വപ്നമായി നിലകൊള്ളുന്നത്. ശിഖരങ്ങളും വള്ളികളുമെല്ലാം അയൽ വീടുകളിലേക്ക് പടർന്നാണ് അതിൻ്റെ കിടപ്പ്. കൂടാതെ കൂറ്റൻ മരങ്ങൾ വേറെയും ഇവിടെ ഉണ്ട്. ആരെങ്കിലും ഇത് പരാതി പറഞ്ഞാൽ സ്വാമി ചിരിക്കും. മരം വെട്ടിയാൽ അവയ്ക്ക് നോവും എന്നാണ് സ്വാമി പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും വെട്ടാറില്ല. അതിനപ്പുറത്ത് കാണുന്ന പൂട്ടിക്കിടക്കുന്ന ആ വീട് ഇന്ന് കേസിലാണ് ശോഭേ. സർവസംഘ പരിത്യാഗിയായ സ്വാമിയാണ് വാദി. അതുപോലെ മറ്റൊരു വീടുമുണ്ട് തൊട്ടടുത്ത്, അതും കേസിലാണ്. ആ കേസിൽ പക്ഷെ സ്വാമിയാണ് പ്രതി. പൂർവാശ്രമത്തിലെ ചില വികൃതികൾക്കായി സ്വാമി ഉപയോഗിച്ചിരുന്ന കെട്ടിടമാണിത്. പക്ഷെ പർണശാലയായിരുന്നു എന്നാണ് സ്വാമി പറയുന്നത്. പിന്നെ ഞാൻ താമസിക്കുന്ന ഈ കെട്ടിടത്തിന്റെ ഈ ഭാഗങ്ങളാണെങ്കിൽ എനിക്ക് പേടിയുമാണ്. അവിടെ സ്വാമിയുടെ ടെലിഫിലിമുകളിലെ കഥാപാത്രങ്ങളായ അജയനും രേഖയും കൂടാതെ നായിക കഥാപാത്രമായ ചക്കി എന്ന പാവക്കുട്ടി, വേണു, ചന്തു, ആശ, കിങ്ങിണി തുടങ്ങിയ പാവകളും കുറെ ടെക്സ്റ്റൈൽ ഡമ്മികളുമുണ്ട്. ഇവരൊക്കെ അഭിനയിക്കുന്നത് കൊണ്ട് പ്രതിഫലവും ഫുഡും കൊടുക്കേണ്ടല്ലോ എന്നാണ് സ്വാമി പറയാറുള്ളത്. പിന്നെ എല്ലാ ആന്റിക്സ് സാധനങ്ങളോടൊപ്പം വിശിഷ്ടമായ ഒന്നുകൂടിയുണ്ട്, ഒരു തടിത്തൊട്ടിൽ. സ്വാമി കുപ്പിപ്പാൽ കുടിച്ച് ചാഞ്ചാടി ഉറങ്ങിയാടിയതാണ് ഈ തൊട്ടിൽ. അമ്മയ്ക്ക് കുഞ്ഞുസ്വാമി കണ്ണിലുണ്ണി ആയിരുന്നല്ലോ. അതിന് തൊട്ടടുത്തുള്ളത് അനിയത്തിക്ക് ശ്രീധരമായി കൊടുത്ത തടി അലമാര. എന്തോ കാരണം പറഞ്ഞ് സ്വാമി അത് തിരികെ വാങ്ങി സൂക്ഷിച്ചിരിക്കുകയാണ്. ശോഭേ, പിന്നെ അല്പം അടുക്കള കാര്യത്തിലേക്ക് പോവാം. നിനക്കത് ഇഷ്ടമാകുമല്ലോ. പാമ്പ്, കീരി, എലി തുടങ്ങിയ ക്ഷുദ്രജീവികളുടെ വിഹാര കേന്ദ്രമാണ് ഇവിടുത്തെ ഉപയോഗശൂന്യമായ അടുക്കള. നിലത്തെ പൊത്തുകളിൽ 1-2 തവണ ഞാൻ വിഷസർപ്പങ്ങളെ കണ്ടിട്ടുണ്ട് ശോഭേ. ഒരിക്കൽ നാട്ടുകാർ വിവരം അറിയിച്ചപ്പോൾ ഒരു പ്രശസ്ത പാമ്പ് പിടുത്തക്കാരൻ ഇവിടെ വന്നു. എന്നാൽ അഹിംസാവാദിയായ സ്വാമി അയാളെ ഓടിച്ചു വിട്ടെന്നേ. ശപിക്കാതിരുന്നത് ഭാഗ്യം. പിന്നെ ഈ കാലം കൂട അച്ഛനെ ധിക്കരിച്ച് വളർന്ന മകന്റെ പ്രായശ്ചിത്തമെന്നോണം ഭിത്തിയിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. പക്ഷെ ഒരിക്കൽ പോലും പൊടി തട്ടിയിട്ടില്ല കേട്ടോ. ദാ, ഇത് അച്ഛൻ മാത്രം ഇരുന്ന കസേര. അതിന് പിറകിലായി മറ്റൊരു സിനിമയ്ക്കായി ഞാൻ തന്നെ ഡിസൈൻ ചെയ്തെടുത്ത കഥകളി രൂപം. ആ കലാരൂപത്തിന് മുന്നിലെ അതേ കസേരയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്ന ശോഭ. ഇനി യാഥാർത്ഥ്യത്തിലേക്ക് വരാം. ഈ ഇരിപ്പിരുന്നാ മതിയോ? എൻ്റെ കയ്യിലാണെങ്കിൽ 30 രൂപയുണ്ട്. എന്ത് ചെയ്യും?
അങ്ങനെ ഇന്ന് 3-ാം ദിവസം ഈ ഭാർഗവ നിലയത്തിൽ ഞാൻ ഒറ്റയ്ക്കായിട്ട്. ലേറ്റ് വന്നു, രക്ഷപ്പെട്ടടി. ഇല്ലടി, ഇതുവരെ വയറ് ശരിയായിട്ടില്ല. 50ന്റെ ബിരിയാണി തന്ന പണിയേ. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ 2 ദിവസം പയം. ബാക്കി 30 രൂപക്ക് വാങ്ങിച്ച പയം. പയം വരളക്കത്തിന് നല്ലതാണല്ലോ. നാളെ വല്ലതും കിട്ടുമായിരിക്കും. സ്വാമി എന്ന് വിളിച്ചിരുന്ന് തദ്ദേശ സ്വയംഭരണ പ്രസ്ഥാനങ്ങൾ വഴി ഭക്ഷണത്തിന് ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. നീ വെക്ക്, ഞാൻ ഒന്നുകൂടെ ബാത്റൂമിൽ പോയിട്ട് വരാടി. ഇത്രയും ചെയ്തല്ലോ, സന്തോഷം. എന്താടോ, താനൊക്കെ തന്നെയാടോ യഥാർത്ഥ നടൻ? അന്ന് ലോക്ക്ഡൌൺ ആണെന്ന് അറിഞ്ഞപ്പോ താൻ രാവിലെ തന്നെ അങ്ങ് മുങ്ങിയതാണല്ലോ അല്ലേ? സാറിപ്പോ എന്തിനാ വിളിച്ചേ? ബാറൊക്കെ പൂട്ടിയതാണല്ലോ. എന്റെ എന്തെങ്കിലും നീക്കിയിരിപ്പുണ്ടോന്ന് അറിയാൻ വിളിച്ചതായിരിക്കും. തന്നെ എനിക്കറിയില്ലേ. നിങ്ങളുടെയൊക്കെ ആസ്ഥാന കുടിയനാണല്ലോ ഈ സുരേന്ദ്രൻ. അന്ന് ഇവിടെ വന്നപ്പോ താൻ എന്തൊക്കെയായിരുന്നു ഉപദേശങ്ങള്. ഇങ്ങനെ കുടിച്ചു നശിക്കരുത്, വളർന്നു വരുന്ന 2 പെൺപിള്ളേരാണ് എനിക്കുള്ളത്, ആർട്ട് ഡയറക്ടർമാർക്ക് ഇങ്ങനെ കുടിച്ചു നശിക്കാൻ ഇവിടുന്ന് കാശ് കിട്ടുന്നത്. എന്തൊക്കെയാണ് സാരോപദേശങ്ങള്. ഇടോ, തനിക്ക് എന്നോട് അത്ര സ്നേഹം കടപ്പാടുണ്ടെങ്കിൽ താനൊരു കാര്യം ചെയ്യുമോ? എന്റെ മൊബൈലിന്റെ ബാലൻസ് നാളെ തീരും. ഞാനാണെങ്കിൽ 0 ബാലൻസിലാ. താൻ എന്റെ മൊബൈലിലേക്ക് ഒന്ന് റീചാർജ് ചെയ്ത് തരാമോ? വെറുതെ വേണ്ട, നിനക്ക് ഞാനും ചെയ്തു തന്നിട്ടില്ല ഇതിന്റെ മുൻപ്. ഹലോ ഹലോ അവനവിടെ മദ്യം കിട്ടാത്തതിന്റെ വിഷമം. ഞാനിവിടെ പട്ടിണി കിടന്ന് വാസം കിട്ടും.
ആ നമസ്തേ സ്വാമി. ആ വല്ലാത്ത പെടലായിപ്പോയി സ്വാമി. അന്ന് രാത്രി സതീശൻ എന്നെ ട്രെയിൻ കയറ്റി വിടാനിരുന്നതാ. പക്ഷെ അത്യാവശ്യമായിട്ട് കണ്ടിട്ടേ പോകാമെന്ന് സ്വാമി പറഞ്ഞതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. സതീഷിന്റെ വണ്ടി കണ്ടപ്പോൾ സ്വാമി അതിൽ കയറി അങ്ങ് പോവുകയും ചെയ്തു, എന്നോടൊരു വാക്ക് പോലും പറയാതെ. ആ ഇത് വീണ്ടും പറയുന്നത് അത്രക്ക് ഗതികേടുണ്ടാ. ഭക്ഷണം ആദ്യ ദിവസം ഉച്ചയ്ക്ക് കിട്ടി, പിറ്റേന്ന് രാത്രിയാണ് കിട്ടിയത്. പിന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല. സ്വാമി തന്ന ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നേ ഇല്ല. പിന്നെ ഇനി വിളിക്കാനാണ് എൻ്റെ മൊബൈലിൽ പൈസ ഇല്ല. ഇന്ന് രാവിലെ മൊബൈലിലെ ബാലൻസ് തീർന്നിരിക്കുക. എങ്ങനെയെങ്കിലും കുറച്ച് കാശ് എത്തിച്ചു തരണം സ്വാമി. ഗുളിക പോലും മുടങ്ങാൻ പാടില്ലാത്തതാ. ഇപ്പൊ 4-5 ദിവസമായിട്ട് ഗുളികയില്ല. എനിക്ക് തരാനുള്ള ചോദിക്കുകയാണെന്ന് കരുതണ്ട, ഗതികേട് കൊണ്ട് പറയുന്നതാണ്. വെള്ളം കടച്ചൊക്കെയും കഴിച്ചിട്ട് എത്ര ദിവസം ജീവിക്കാൻ പറ്റും? ഹലോ, ആ ശോഭ. വെള്ളം അടിച്ചിട്ടില്ല, വെള്ളം മൊത്തം പോയടി. എന്ത് കഴിച്ചെന്നോ? കുഴിമന്തി കഴിച്ച്. ചോദ്യം, കുഴിമന്തി കഴിച്ചിട്ട് കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ട് വയറിളക്കി കിടക്കുക. അപ്പുറത്ത് ഇപ്പുറത്തുള്ളവർ തരുന്ന കഴിക്കരുതെന്നോ? ഇടി ആര് പറഞ്ഞത്? ഞാൻ ഇവിടെ പട്ടിണിയാ, ആരും തരുന്നില്ല. സ്വാമിയോ? ഇടി അത് നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ. എനിക്ക് ആരും ഒന്നും തരാറില്ല. 2 ദിവസമായിട്ട് ഇവിടുത്തെ പറമ്പിലുള്ള ചക്കയും മുരിങ്ങയിലയും മാത്രമാണ് കഴിക്കുന്നത്. അത് ഉപ്പും മുളകും കൂടി ഇടാനില്ല. ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ സ്വാമിയെ കാണുന്ന എന്നെ കലിയാണെന്നേ. അത് ഇവിടെ വരുന്ന എന്നെ പോലുള്ളവരോടുണ്ട്. ഞാനിവിടെ കിടന്ന് ചത്താ പോലും ഒരാളും തിരിഞ്ഞു നോക്കൂല. നിനക്കതറിയില്ലല്ലോ. ഇത് അറിയാനല്ലേ? എടി നീ അതൊന്നും വിട്. ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ ആ ഉണ്ണിയോട് പറഞ്ഞിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ അയക്കാൻ പറ. ഒരു 2000 രൂപ ഉണ്ടെങ്കിൽ അയച്ചു തരാൻ പറയടാ. അതിനെന്തിനാ ബാങ്ക് ഓർക്കുന്നത്? അവൻ്റെ ഇതിൽ ഗൂഗിൾ പേ ഉണ്ട്. ആ ഗൂഗിൾ പേയിൽ അയക്കാൻ പറഞ്ഞാൽ മതി. ഇന്ന് തന്നെ അവനൊന്ന് പോയിട്ട് പറയും. വേറെ നിവൃത്തിയില്ല. നിനക്കറിയില്ല എനിക്ക് മരുന്ന് കഴിക്കാതെ നിൽക്കാൻ പറ്റില്ലെന്ന്. ശരി, അത് ബ്ലോക്കാണ്, ജാമാണെന്നൊക്കെ പറഞ്ഞിട്ട് നെഞ്ചാകെ വെട്ടിപ്പൊളിച്ച നീ കണ്ടല്ലേ. പിന്നെ കരളിന്റെ കാര്യം ഒന്നും പറയാൻ വയ്യ. ബ്ലഡ് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നൊരു പ്രശ്നം ഉണ്ടല്ലോ. മരുന്ന് കഴിച്ചില്ലെങ്കിൽ ആകെ അവതാളത്തിലാവട്ടോ. മറ്റേ മരുന്നെങ്കിലും കഴിക്കാനോ? നീ അച്ഛനോണ്ട് കൊടുക്ക്, അയാൾ കഴിക്കേണ്ട സമയത്തിന്. മാനസിക രോഗം അയക്കാണ്. അവളത് കിന്നരിക്കാൻ പറ്റുന്നത്.